ഇതാരായി വരുന്നത്? ഞാൻ അങ്ങോട്ട് വരുവാടാ. എവിടെ പോയിട്ട് വരുമോ ഇത്? അത് നമ്മളെ ശാരദയുടെ മോളെ കല്യാണത്തിന് പോയിട്ട് വന്നേ. നീ എന്നെ വിളിച്ചില്ലായിരുന്നു? നമുക്ക് നമ്മളൊന്നും വേണ്ടാലും ഇപ്പൊ വേറെ സംബന്ധക്കാരെ കയ്യില്. എന്നെ എന്തുവായാലും വിളിച്ച്, ഞാൻ എന്തുവായാലും പോയിട്ട് എന്നാ ഇതിലേ ഒന്ന് വന്നതാ. ഞാൻ ഇവിടെ ഒന്ന് തങ്ങാന്ന് വിചാരിച്ചു. ഒന്ന് കയറി വന്ന കാര്യം നിൽക്കാതെ. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? ആള് പേരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ഒന്നും ആളും വരുമൊന്നുമില്ലായിരുന്നടാ. ചാപ്പാടൊക്കെ ഒത്തിരി അധികം വന്ന. എങ്ങനെ അവിടെ സ്വഭാവം എങ്ങനെ ആയിപ്പോയി. കൊടുക്കലും വാങ്ങലും എങ്ങനെയായിരുന്നു? ഞാനൊന്നും തിരക്കാനൊന്നും പോയില്ല. ഞാൻ ഇത്തിരി ചാപ്പാട് കഴിച്ചിട്ട് ഞാൻ ഇങ്ങ് പോകും. ഈ കൊടുക്കുന്നത് വാങ്ങുന്നത് ഇപ്പോഴത്തെ നിയമത്തിൽ കുറ്റമല്ലേ? കൊടുക്കുന്നത് വാങ്ങുന്ന പ്രശ്നമൊന്നുമില്ലടാ. ഈ കണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവന്മാര് പറയും കുറഞ്ഞു പോയി കൂടി പോയെന്നൊക്കെ. അങ്ങനത്തെ കുറ്റമേ ഉള്ളൂ. ഒരു കൊച്ചടപ്പല്ലേ കൊടുത്തു? എടാ, പൈസ കൊടുക്കുന്ന കവറിനകത്ത് ഞാൻ എന്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. കൊച്ചടപ്പ പൈസ കൊടുത്തില്ല? എടാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാ പോക്കറ്റ് നോക്കിയപ്പോ പൈസ കയ്യിലിരിക്കുന്നത്. ഞാൻ നേരം പേര് മാത്രമേ എഴുതി കൊടുത്തുള്ളൂ. അപ്പൊ ചാപ്പിട്ട് തന്നെ വേണ്ടി രാവിലെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാണ്. എടാ, അത് കഴിച്ച കാര്യമൊന്നും പറയണ്ട. ഞാൻ കഴിക്കാൻ കയറിയിരുന്ന ആ ശാരദ എടുത്ത അവിടെ എന്നൊരു നാരങ്ങ അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് അവിടെ മട്ടും പടുത്തേക്ക് മാറിയില്ല. കൊച്ചാടിനെ കിട്ടിയില്ലേ നാരങ്ങ? വിലവറെ നാരങ്ങ എടുക്കാൻ പോയി അങ്ങനെ എന്റെ നാരങ്ങ ഇലയിലോട്ട് വെച്ച് അത് ഉരുണ്ട ആ ശാരദയുടെ ഇലയിലോട്ടൊന്ന് പോയി. ഞാനതൊന്നിട്ട് എടുക്കാൻ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് ആ ശാരദയുടെ മട്ടും ഭാവം അങ്ങ് മാറിയില്ലേ. അവള് കല്യാണം വന്ന് ഇവിടെ അങ്ങനെ വിളിച്ചേ? കുറി കൊണ്ട് തണ്ട് പറയാ അതിന്റെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എഴുതാൻ പാനും വല്ലതും അറിയോ? ഞാനാ അത് നോക്കിയിരിക്കുവോ? എന്നാ ഞാൻ വെച്ച് ഇനി അടുത്ത മാസം വല്ലതും ആയിരിക്കും. എനിക്ക് ദശനം വന്നപ്പോ ഞാൻ വെറ്റയുടെ തുമ്പൊന്നും മുറിച്ച്. അവളാ മണ്ഡപം ഇളക്കിയില്ലയോ, അത് വേറെ ആർക്കാണ്ട് കൊടുക്കാനാന്ന് പറഞ്ഞു. അവള് കല്യാണം വിളിക്കാൻ വന്നപ്പോ വേറൊരു ഭാഷയോട് പറഞ്ഞു, വെഡിങ് മനുഷ്യനെ പറഞ്ഞത്. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണില്ലയോ? അതുകൊണ്ട് തന്നെ കല്യാണത്തിന് വരാത്തത്. അതെന്തായാലും നന്നായി, നീ വരാത്ത കാര്യമായി.